ഇറാൻ ഈസ് എ ഫെയിലിംഗ് നേഷൻ. പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പുലർച്ചെ ഇട്ട പോസ്റ്റാണ്. നമ്മുടെ ചെന്നി അല്ലെങ്കിൽ ട്രംപ് ഇട്ട പോസ്റ്റാണിത്. എന്തിനാണ് ഈ പോസ്റ്റ് ഇട്ടതെന്ന് സത്യത്തിൽ അയാൾക്കും അറിയില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അറിയില്ല. ഏതോ പൊട്ടൻ എന്തോ പറയുന്നത് ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഖത്തറിൻ്റെ പ്രധാനമന്ത്രി അൽത്താനി ഇന്നലെ ഇറാനിലെത്തി. ഇറാൻ്റെ നേതാക്കളുമായിട്ട് അബ്ബാസ് അറാഗ്ചി, പെഷഷ്കിയാൻ, അതുപോലെ തന്നെ അവരുടെ ഖാലിബാബുമായിട്ടുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഹോർമോസിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനത്തിലെത്തണം. നിങ്ങളും ഒമാനും കൂടി ചേർന്ന് ഒരു താൽക്കാലിക ഇടനാഴി ഹോർമോസിൽ തുറന്നു തരണം. അതോടുകൂടി നമുക്ക് യുദ്ധം എങ്ങനെയൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയി. ഇല്ല, അവിടെ തന്നെ ഉള്ളത്, പുള്ളി അവിടെ തിരിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പ് നമ്മുടെ ട്രംപിൻ്റെ ഈ ഒരു പോസ്റ്റാണ് കാണുന്നത്. നിങ്ങൾ കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് എടുത്ത് നോക്കിയാൽ മതി. ആദ്യത്തെ ദിവസം പാകിസ്ഥാൻ പ്രതിനിധികൾ വന്നു, അത് കഴിഞ്ഞിട്ട് ഒമാൻ്റെ പ്രസിഡന്റ് വന്നു, ഇപ്പം ഖത്തറിൻ്റെ പ്രധാനമന്ത്രി വന്നു. ഈ 3 പേരും ഇറാൻ അങ്ങോട്ട് വിളിച്ചിട്ടേ, ഇറാൻ്റെ വിളി കേട്ടിട്ട് ഇറാൻ്റെ ക്ഷണം കിട്ടിയിട്ട് അങ്ങോട്ട് പോയ ആളുകളല്ല എന്നതാണ് സത്യം. ട്രംപ് തന്നെ പറഞ്ഞു വിടുന്ന. ട്രംപ് ആദ്യം ഇസ്ലാമാബാദ് ഒരു കരാറുണ്ടല്ലോ, അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാകിസ്ഥാൻ പ്രതിനിധിനെ അങ്ങോട്ട് വിട്ടു. ചർച്ച പോസിറ്റീവാണെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതിന് ശേഷം ഒന്നും പുറത്തു വന്നിട്ടില്ല. സെക്കൻഡ് ഡേയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഹോർമോസിലൂടെ ഒരു പാത തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒമാൻ്റെ ആളുകളെ അങ്ങോട്ട് വിട്ടു നോക്കി. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് യുദ്ധം എങ്ങനെയെങ്കിലുമൊക്കെ നിർത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഖത്തറിൻ്റെ പ്രതിനിധിയും അങ്ങോട്ട് വിട്ടു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിട്ടതേ ട്രംപാണ്. ആരും ഇറാൻ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇറാൻ ഒന്ന് വരൂ എന്നും പറഞ്ഞിട്ടല്ല വിട്ടത്. പക്ഷേ ഈ 3 മീറ്റിംഗ് കഴിഞ്ഞപ്പം ഈ ട്രംപ് തനി കൊണം കാണിച്ചു എന്ന് പറഞ്ഞ പോലെ ഇട്ട ആദ്യത്തെ പോസ്റ്റ് ഈ പോസ്റ്റായിരുന്നു. ഇറാൻ ഈസ് എ ഫെയിലിംഗ് കൺട്രി. കഴിഞ്ഞിട്ടില്ല, അതിനപ്പുറത്ത് വേറെ ഒന്നും കൂടെ കയറിയിട്ടു. എന്തായിട്ടത്? അതായത് ഇറാൻ ഞങ്ങളോട് ബെഗ് ചെയ്യാണ്, എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം നിർത്തണേ, ഞങ്ങളെ ഈ സാമ്പത്തിക ഉപരോധം എന്നൊക്കെ മറികടത്തണേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലേ, ഞങ്ങൾ കാല് പിടിക്കുക. അതായത് ഇറാൻ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ 3 മീറ്റിംഗ് കഴിഞ്ഞപ്പം. ഈ അന്താരാഷ്ട്ര ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക, ഈ ജിയോ പൊളിറ്റിക്സ് അറിയുന്നത്. അതല്ലെങ്കിൽ എല്ലാ സ്ഥലത്തെ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും അമേരിക്കയുടെ തോൽവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്രയും തൊലിക്കട്ടിയുള്ള 10-80 വയസ്സായിട്ടുണ്ടെങ്കിൽ ഈ തൊലിക്കട്ടി കാണിക്കുന്ന ഇയാളെ സമ്മതിച്ചു കൊടുക്കണം. സത്യം, ഇത്രയും വലിയൊരു പരാജയം, ഭൂലോക പരാജയം ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ നമുക്ക് വീണ്ടും പറയാൻ പറ്റും. ഇയാൾ ഇന്നലെ രാവിലെ, അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് പുലർച്ചെ, ഇയാൾ ഇന്നലെ രാവിലെ വേറൊരു പോസ്റ്റ് ഇട്ടു. അതായത് ഇങ്ങനത്തെ ഒരു സ്വയം പൊങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ പോസ്റ്റ് ഇട്ടത് അതായത് ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മൊത്തം ഫോട്ടോ വെച്ചിട്ട് അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഞാൻ തന്നെയാണ്, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഉടൽ എന്നും പറഞ്ഞിട്ട് അങ്ങനെ മേലെ വെച്ചിട്ടുണ്ട്. താഴത്താണ് നമ്മുടെ ലിങ്കനും ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രേറ്റസ്റ്റ്, ഏവറേജ്, ഏറ്റവും താഴത്ത്, അതായത് ഫെയിൽഡ് ആയിട്ടുള്ള ആളുകളുടെ താഴത്ത് വെച്ചിട്ടുള്ളത് ബറാക് ഒബാമ, ബൈഡനെയൊക്കെ. സത്യത്തിൽ അതിൻ്റെയും താഴത്ത് വല്ല പാതാളത്തിൽ വല്ല പോസ്റ്റും കൊടുക്കണമെങ്കിൽ ഇയാളെ പിടിച്ചിട്ട് മേലും താഴെടണം. അതല്ല ഇതിൻ്റെ സത്യം. ഇതുപോലത്തെ ഒരു തോൽവി നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങളോട്ട് വരാൻ നമുക്ക് ഇയാളുടെ മണ്ടത്തരം ഓരോരോ ദിവസം കാണുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇന്നലെ ഇറാൻ ഖത്തർ ചർച്ച നടന്നു. മൂന്നാമത്തെ ചർച്ചയാണ്. മറ്റ് 2 രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു. 3ാമത്തെ ചർച്ച ഇന്നലെ കഴിഞ്ഞു. ഈ ചർച്ചയിൽ ഇറാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോർമോസിൻ്റെ കാര്യം നമുക്കൊരു താൽക്കാലിക ഇടനാഴി ഉണ്ടാക്കാം. അതായത് ഹോർമോസിലൂടെ അത് ഞങ്ങൾ നിയന്ത്രിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഒമാൻ വരും, അതിലൂടെ ടോള് ഞങ്ങൾ പിരിക്കും, അത് ഞങ്ങൾ 2 പേരും കൂടെ വീതിച്ചെടുക്കും. ഇതായിരുന്നു ഇറാൻ പുറത്തോട്ട് വെച്ചിട്ടുള്ള മെയിൻ കാര്യം. പിന്നെ അമേരിക്കയ്ക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഹോർമോസ് തുറന്നു കിട്ടിയ കഴിഞ്ഞാൽ ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് എക്സിറ്റ് അടിക്കാം എന്നുള്ള പ്ലാനിലാണ് അമേരിക്ക നിൽക്കുന്നത്. അതല്ലാണ്ട് ഇറാൻ്റെ വേറെ ഒരു സാധനത്തിൽ തൊടാനും പറ്റില്ല, ഇവരെ കൊണ്ട് ഒരു കാര്യങ്ങളും മാറ്റാനും പറ്റില്ല എന്ന് ഏകദേശം അമേരിക്ക മനസ്സിലായിട്ടുണ്ട്. ഈ ഹോർമോസ് ഇങ്ങനെ അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വരെ പണി കിട്ടും എന്ന് വ്യക്തത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ പല മീറ്റിങ്ങുകളും ചർച്ചകളും നടക്കുന്നത്. അപ്പം ഈ നയതന്ത്ര ശ്രമങ്ങളാണ് ഇന്നലത്തെ ഈ ഒരു മീറ്റിങ്ങിൽ അൽത്താനിയും അതല്ലെങ്കിൽ ഇറാൻ്റെ 3 നെഗോഷിയേറ്റർ ആയിട്ടുള്ള 3 പേരും ഇന്നലെ മീറ്റിംഗ് ചെയ്തു. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണ്, മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമായിട്ട് നിങ്ങളുമായിട്ട്, അത് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ചർച്ച വഴിയൊരുക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വാഷിങ്ടണിൽ പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ട്രംപും കൂട്ടിനും വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം അതൊന്നുമല്ല, ഞങ്ങൾ തന്നെയാണ് ഇതുവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇറാൻ വ്യക്തമായിട്ട് അൽത്താനിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൈനിക നടപടികളും മറ്റ് ഈ മിസൈലിംഗ് പരിപാടികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമേ എന്നും പറഞ്ഞിട്ടാണ് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഇന്നലെ ഈ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സമയത്ത് തന്നെ ഇന്നലെ മറ്റൊരു കാര്യം കൂടെ നടന്നു. അതായത് കുവൈറ്റും
പാകിസ്ഥാനും കൂടെ ഉള്ള ഒരു സൈനിക കരാറിൽ നിന്നും ഒപ്പിട്ടിട്ടുണ്ട്. നമുക്കറിയാം മക്ക പാക്ട് അവിടെ ഉണ്ട്. മറ്റ് ഖത്തറല്ല കുവൈറ്റും സൗദിയും പാകിസ്ഥാനും തുർക്കിയും ഓൾറെഡി ഒരു കരാർ അതിലുണ്ട്. അതൊരു ഇസ്ലാമിക് നാറ്റോ ആക്കി മാറ്റുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതിലോട്ട് മറ്റ് രാജ്യങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെയാണ് പാകിസ്ഥാൻ പോയിട്ട് പാകിസ്ഥാനും ഇന്നലെ കുവൈറ്റ് പ്രതിനിധികളും കൂടെ ഒരു പുതിയ കരാറിലോട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുൽ അലി അൽ സഹാബും അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ട് ഇസ്ലാമാബാദ് സന്ദർശിച്ച സമയത്താണ്, ഇസ്ലാമാബാദിലാണ് ഈ സന്ദർശനം നടന്നിട്ടുണ്ടായിരുന്നത്. കുവൈറ്റും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രതിരോധ കരാർ, സംയുക്ത സൈനിക സഹകരണ കരാറിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പരിശീലനവും സാങ്കേതിക വിദ്യ കൈമാറുക, സൈനിക വൈവിധ്യങ്ങൾ പരസ്പരം കൈമാറുക, ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകളുടെ യുദ്ധസജ്ജവും സംയോജകവുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. സത്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനായിട്ട്. പാകിസ്ഥാൻ ആദ്യം തന്നെ ഇവരുടെ ഇടയിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൂടെ പോയിട്ട് സൗദിയായിട്ടൊരു കരാർ ആദ്യം ഉണ്ടാക്കി. അതിനുശേഷം ഇപ്പം ഈ മെക്ക പാക്ട് പോലത്തെ തുർക്കിയുമായിട്ടുള്ളൊരു കരാറുണ്ടാക്കി. ഇനി അതിൻ്റെ കൂടെ കുവൈറ്റിനെ കൂട്ടുപിടിച്ചു. ഇറാനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇറാൻ വരുമെന്ന് അറിയില്ല. അതേസമയത്ത് തന്നെ അതിൻ്റെ ഭാഗമാകാൻ മറ്റ് ബഹ്റൈനും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കൂട്ടുപിടിച്ചിട്ട് അവർ മേഖലയിൽ ഒരു പ്രധാന ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. കാരണം അവരുടെ അടുത്ത് സേന ഉണ്ട്. ഇന്ത്യനോട് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സേന ഉണ്ട്. അത്യാവശ്യം സപ്പോർട്ട് ഇപ്പം ഈ ചൈനയുടെ സൈഡിൽ നിന്നും റഷ്യയുടെ സൈഡിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളുടെ കാശും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സെറ്റാവും. പോരാത്തതിന് ആണവ ആയുധങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. ഇനി ആ സപ്പോർട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏതായാലും ആ ഒരു ലൈൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അത് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കും ഒക്കെ ഒരു കണക്കിലല്ലെങ്കിൽ മറ്റൊരു കണക്കിൽ പിന്നേക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള ഒരു സൈനിക പവറായിട്ട് പാകിസ്ഥാൻ ഇങ്ങനെ ചുളിവിൽ ഗോളടിക്കുക എന്നുള്ള ആ പരിപാടിയാണ് പാകിസ്ഥാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൊഹസിൻ റസായി, അതായത് ഇറാൻ്റെ സൈനിക നേതാവ്, ഈ മറ്റൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലെ ഒന്ന് പറഞ്ഞു. അതായത് നെതന്യാഹുവിനെ എത്രയും പെട്ടെന്ന് നമ്മൾ സൂൺ ഓർ ലേറ്റർ, അദ്ദേഹം എവിടെ നിന്നാണോ നെതന്യാഹു വന്നിട്ടുള്ളത്, അതായത് നരകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഞങ്ങൾ അങ്ങോട്ട് തന്നെ അടുത്ത് തന്നെ പറഞ്ഞയക്കുന്നുണ്ട്, നെതന്യാഹു ടു ഹെൽ വേർ ഹി ബിലോങ്സ്, അതും പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി അത് മാത്രമല്ല, ഇനിയും ഒരു രീതിയിൽ അമേരിക്ക ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ്, വെറുതെ ആവശ്യമില്ലാണ്ട് ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ യുദ്ധത്തിലോട്ട് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ പുള്ളിയുടെ നിലത്തെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അത് ഏത് രീതിയിലും ഇപ്പം നിങ്ങൾ സൈനികപരമായിട്ടാണെങ്കിലും ഉപരോധങ്ങളും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് യുദ്ധത്തിലോട്ട് തന്നെ വീണ്ടും പോകും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പ്രസ്താവന. ഇന്നലെ തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും വന്നിട്ടുള്ളത്. അതേ സ്ഥാനത്ത് നമ്മൾ മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അമേരിക്കയുടെ CIA പ്രതിനിധി ഇന്നലെ മോസ്കോയിൽ വന്നിട്ടുള്ളൊരു വാർത്ത കണ്ടു അല്ലേ. അതിൻ്റെ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതായത് CIA ഹെഡാണ് ഇന്നലെ റഷ്യ സന്ദർശിച്ചിട്ടുള്ളത്. CIA ചീഫ് ജോൺ റെക്ലിഫാണ് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത്. വ്ളാഡിമിർ പുടിനോട് ഒരു സന്ദേശം കൊടുക്കാനാണ് പോയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം പെട്ടെന്ന് നിർത്തണം, അതല്ലെങ്കിൽ നിങ്ങൾ ഈ നാറ്റോനൊക്കെ ഇങ്ങനെ അടിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പം ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങളെ തിരിച്ചടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മയപ്പെടുത്തണം, ഉക്രൈനുമായിട്ടുള്ള ചർച്ച എത്രയും പെട്ടെന്ന് ചർച്ചയിലോട്ട് വരിക, സമാധാന ചർച്ചയിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കൂടിക്കാഴ്ച ഈവൻ അമേരിക്കയെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രതിനിധികൾ പോലും അറിയാണ്ടാണ് ട്രംപ് ഈ പരിപാടി ചെയ്തത് എന്നാണ് ഇപ്പം ഈ ന്യൂയോർക്ക് ടൈംസും അതുപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റൊക്കെ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. കാരണം അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള, ഇത് എങ്ങനെയാണോ റഷ്യ കാണുന്നത്, അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള ആയുധങ്ങളുടെ കുറവ് ഇറാൻ്റെ യുദ്ധമായതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇറാൻ്റെ യുദ്ധത്തിൽ അമേരിക്കയുടെ ആയുധക്കുറവുകൾ വന്നിട്ടുണ്ട്, ആയുധപ്പുര കാലിയായിട്ടുണ്ട്, കൂടാത്തതിന് സാമ്പത്തികമായിട്ട് നല്ല അടിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഉക്രൈനെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ഇനി താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇറാനിലോട്ട് മറ്റ് രാജ്യങ്ങളെ വിട്ടിട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ റഷ്യയിലോട്ട് ഇതേപോലെ തൻ്റെ CIA നേതാക്കളെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് എങ്ങനെയെങ്കിലും അവിടെ ഉക്രൈനും ഈ ഒരു ചർച്ച നടത്താൻ ട്രൈ ചെയ്യുന്നു. കാരണം ഇതിലൊക്കെ പെട്ടിരിക്കുന്നത് അമേരിക്കയാണ്, അമേരിക്കൻ്റെ സമ്പദ് വ്യവസ്ഥിതി ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്ന ഇയാളാണ്. ഇനി അതേ സ്ഥാനത്ത് തന്നെ CIA ചീഫ് മറ്റൊരു കാര്യം കൂടെ മോസ്കോയിൽ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇറാനുമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ നിർത്താൻ, ഇറാനുമായിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട, അത് അമേരിക്കൻ പ്രസിഡന്റ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. കാരണം ഇറാനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറാൻ സ്ട്രോങ് ആവുകയാണേ. ആ സ്ട്രോങ് ആവും തോറും അടി കിട്ടുന്ന അമേരിക്കക്കാണ്. അപ്പോൾ ഇയാൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇനി കാല് പിടിക്കുക, പല രാജ്യങ്ങളും ത്രൂ കാല് പിടിക്കുക ഈ രാജ്യങ്ങളുടെ ഒക്കെ എന്നുള്ള അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും കാലം സിറിയൻ ഡിപ്ലോമാറ്റ്സിനൊന്നും തുർക്കിയിലോട്ടൊന്നും പോകാനുള്ള വിസകൾ പോലും കൊടുത്തിരുന്നില്ല കുറേ കാലങ്ങളായിട്ട്. അതൊക്കെ ഇപ്പം സാങ്ഷൻ ആയിട്ടുണ്ട്, അപ്രൂവൽ ആയിട്ടുണ്ട്. 180 ഡേയ്സ് വരെ നിൽക്കാനുള്ള വിസ സാങ്ഷൻസ് തുർക്കി സിറിയക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെയുള്ള രാജ്യങ്ങൾ
അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അടുപ്പിച്ച് തീർക്കാമെന്ന് വിചാരിച്ച പല രാജ്യങ്ങളും ഒന്നല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പം ഒന്നിക്കുന്ന ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത്, ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് ചിന്തിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതും ഇസ്രായേലായിരിക്കും. അവന്മാരാണ് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു നമ്മൾ ഈ കണ്ട എല്ലാ കണക്ഷൻസിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോകുന്ന അവന്മാരായിരിക്കും. അതിന് ഏത് അറ്റ കൈയും ഇസ്രായേൽ എടുക്കും എന്നുള്ളത് കാണാം. ആ വാർത്തകൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ കാണേണ്ടി തന്നെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളും. അതല്ലെങ്കിൽ യുദ്ധം ഏതായാലും ഇപ്പോൾ നടക്കുന്നില്ല, ഇപ്പോൾ തൽക്കാലം സീസ് ഫയറാണ്, അവിടെ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് ഇപ്പം സ്റ്റാറ്റസ് ഇങ്ങനെയുള്ളത്. ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, യുദ്ധം പൂർണ്ണമായിട്ട് നിൽക്കണമെങ്കിൽ ഒന്ന് ഞങ്ങളുടെ മേലുള്ള ഉപരോധം, ഞങ്ങളുടെ പിടിച്ചു വെച്ച പൈസ, ലബനോനിലോട്ടുള്ള യുദ്ധം സ്റ്റോപ്പ് ചെയ്യുക, ഗസയിലോട്ടുള്ള ആക്രമണങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ തുറക്കാം, യുദ്ധം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് ഇറാനും ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത അപ്ഡേറ്റഡ് വീഡിയോയിൽ കാണാം. ബൈ.